ഹായ് കൂട്ടുകാരെ, ഇത് കണ്ടോ ഞങ്ങളുടെ വീട്ടിൽ റോസാപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ മുട്ടയിടുന്നുണ്ട് കേട്ടോ ഇതിൽ. ഇതെൻ്റെ കൂട്ടുകാരത്തിയോട് ഞാൻ ചോദിച്ചിട്ട് അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഒരു കൊമ്പ് എനിക്ക് മുറിച്ച് തന്നതാണ്. ഇത് വേറൊരു സൈസ് റോസയാണ് കേട്ടോ. ഇത് ഞാനേ ഇടുക്കിയിൽ കൊച്ചിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോഴേക്കും ഒരു ചെറിയൊരു കൊമ്പ് കൊണ്ടുവന്നതാണ്. ഇഷ്ടംപോലെ ചെടികൾ കൊണ്ടുവന്നതാണ്, എല്ലാം പോയത്. റോസ മാത്രം ഇങ്ങനെ പിടിച്ച് കുറേ വലുതായി കഴിയുമ്പോഴേക്കും ഞാൻ മുറിച്ച് നടും. അങ്ങനെ ഉണ്ടായി. അതിൽ നിന്നൊരു കൊമ്പ് മുറിച്ച് നട്ടാണിത്. ഇതിലൊക്കെ മുട്ടുണ്ടായി വന്ന കണ്ട. അതെ, ഇത് ഈ പൂവൊക്കെ ആണെങ്കിലും ഇതൊക്കെ കൊഴിഞ്ഞു പോയിട്ടാണ്. ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നതാണ് ഇതിലൊക്കെ. ഇതൊക്കെ കൊഴിഞ്ഞു പോയി. ഇത് ഞാൻ നമ്മുടെ പൂർണ്ണത്ര ക്ഷേത്രമില്ലേ, അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. 150 രൂപയ്ക്കൊരു ചെടി മേടിച്ചിട്ട് കുറേ നാളായി വാങ്ങിച്ചിട്ട്. കഴിഞ്ഞ ഒരു ഉത്സവത്തിന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ പൂവിട്ട് കുറേയൊക്കെ പൂവിട്ട്. ഈ പൂവിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടുക്കി പോയപ്പോഴേക്കും ഓരോ സ്ഥലങ്ങളിൽ ചില കാവടി പൂവില്ലേ, അതേപോലെയാണ് നല്ല റൗണ്ടിൽ വെട്ടി വെച്ച്. എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഈ ക്ലൈമറ്റിൻ്റെ എന്ന് തോന്നുന്നു അതുപോലെ ഉണ്ടാകുന്നില്ല ഇവിടെ. ഒന്നാമത് ഞങ്ങൾക്ക് ഉപ്പിൻ്റെ ഓരും ഉണ്ടാവില്ല. ഞങ്ങളുടേത് പുഴയുടെ അരികത്താണ് വീട്. അപ്പോൾ ഉപ്പിൻ്റെ ഓര് എപ്പോഴും ഇങ്ങനെ അടിച്ചിരിക്കുമ്പോഴേക്കും ചെടികൾക്കൊക്കെ അത്രയ്ക്ക് വലിയ ഇതായിട്ട് വരാറില്ല. എന്നാലും എനിക്ക് ഈ പൂവിൻ്റെ ഇതുപോലെ തന്നെ വെള്ളയും വാങ്ങിച്ച് വെച്ചതായിരുന്നു. ഞാൻ ഇടുക്കിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു. അത് രണ്ടും പോയി എൻ്റെ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം എല്ലാവരും വീടുകളിലൊക്കെ വളർത്തണുണ്ട്. ഇത് കണ്ടത്, ഈ റോസ കണ്ട, ഇത് എനിക്ക് എൻ്റെ അനിയത്തി തന്നതാണ്. കണ്ട. എനിക്ക് ചെടികളോട് ഭയങ്കര ഭ്രമമാണ്. ഞാൻ എവിടെ പോയാലും ചെടികൾ കണ്ടാൽ എടുത്തുകൊണ്ട് പോരും. ഞാൻ അടുത്ത ചെടി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, എന്ത് ഭംഗിയായിട്ടാണ് ഇത്. ഒരു ചെടിയിൽ തന്നെ 2 കളർ പൂവാണിത്, വയലറ്റും വെള്ളയും. ഇതിലൊക്കെ ഇഷ്ടംപോലെ മുട്ടിട്ട് വരുന്നുണ്ട്. ഇതിലൊക്കെ ഞാൻ ഒരു വളവും ചേർക്കണില്ല. ഉള്ളിത്തൊണ്ടും എന്താ മുട്ടൊക്കെ ഇട്ട് വന്നെയാണ് കാണുന്നത്. മുട്ടിട്ട് വന്നെ. ഇത് എല്ലാം കൂടി വിടർന്ന് നിൽക്കുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. എന്താ ഇഷ്ടംപോലെ മുട്ടിടുന്നുണ്ട്. ഇതിൽ ഞാൻ വെറുതെ ചായപ്പിട്ടും ഉള്ളിത്തൊണ്ടും മാത്രം ഇടണുള്ളൂ, വേറെ ഒന്നും ഇടാറില്ല ഞാനില്ലൊന്നും. ഇഷ്ടംപോലെ പൂവുണ്ടാകുന്നുണ്ട് ഇതിൽ.